ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും നിനക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ലാതാകുകയും മേഘങ്ങൾ മഴ പെയ്തതിനു ശേഷം മടങ്ങി വരികയും ചെയ്യുന്നൊരു കാലം വരും മുമ്പേ തന്നെ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ജീവിതത്തിൻ്റെ സകല വഴികളിൽ കൂടെയും നടന്ന് സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്. ആ ഭക്തൻ പറയുന്നു, ഹാ മായ മായ, സകലവും മായി അത്രേ. ലോകത്തിൻ്റെ സകല വഴികളിലും തൻ്റെ ധനമഹാത്മ്യം കൊണ്ടും തൻ്റെ ജ്ഞാനം കൊണ്ടും താൻ സഞ്ചരിച്ചു. എന്നാൽ അവസാനം താൻ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്, ഈ ലോകത്തിലെ സകലതും മായയാണ്. കൂടാതെ താൻ ഒരു ഉപദേശം പ്രസ്താവിച്ച് വെക്കുകയാണ്, നിന്റെ യൗവനകാലത്ത് നിന്ന് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് യൗവനകാലം. ഈ യൗവനകാലത്തിൽ സൃഷ്ടാവിനെ അറിയണമെന്ന് ഈ ജ്ഞാനി നമ്മോട് സംസാരിക്കുന്നു. ഇല്ല എങ്കിൽ നമുക്കിഷ്ടമില്ലാത്തൊരു ദിവസം വളരെ വേഗത്തിൽ വരും. നമുക്കിഷ്ടമല്ല എന്ന് പറയുന്നൊരു ദിവസം. ഈ നല്ല യൗവനകാലത്തിൽ നമുക്ക് ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്, എന്തു വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എന്നാൽ നമുക്കിന്ന് ലഭിക്കുന്ന ഉപദേശം, ആ സമയത്ത് നിനക്കെല്ലാം ചെയ്യാമെന്ന് തോന്നുന്ന ആ കാലം, ഇഷ്ടംപോലെ നന്മകളുണ്ട് എന്ന് തോന്നുന്ന കാലം, ജോലി ചെയ്യുവാൻ കഴിയുന്ന കാലം, പണം സമ്പാദിക്കുവാൻ കഴിയുന്ന കാലം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും സുഖസന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന കാലം, ആ കാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ അറിയണമെന്ന് പരമപ്രധാനമായ ഒരു സത്യം ഇന്ന് രാവിലെ സമയം വിളിച്ചു പറയുകയാണ്. ഇല്ല എങ്കിൽ ഒരു വലിയ ദുർദിവസം ഇതാ മുന്നിൽ ആഗതമായി. കർത്താവായ യേശു ക്രിസ്തുവിനെ, അത് ഏകസത്യദൈവമായ ക്രിസ്തുവേശുവിനെ ആരാധിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർ ഈ ദുർദിവസങ്ങൾക്ക് മുമ്പേ കർത്താവ് താൻ വരികയും മധ്യാകാശത്തിൽ തൻ്റെ ഭക്തന്മാരെ ചേർക്കുകയും ചെയ്യും. പിന്നത്തേതിലോ സൂര്യനും വെളിച്ചവും ഇല്ലാതാകുന്നത് പോലെ, ചന്ദ്രനും നക്ഷത്രവും ഇല്ലാതാകുന്നത് പോലെ കൂരിരുട്ടിൻ്റെയും അന്ധതമസിൻ്റെയും അനുഭവം ഈ ലോകത്തിൽ വന്നു ഭവിക്കും. അതിനുള്ളിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നീ നിന്റെ നല്ല സമയത്ത് കർത്താവിനെ അറിയുക, യേശു കർത്താവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ഇതാകുന്നു സകല മനുഷ്യർക്കും ആവശ്യമായിരിക്കുന്നത് എന്ന് ഈ ജ്ഞാനി നമ്മോട് പ്രസ്താവിക്കുന്നു. രാവിലെ സമയം സ്നേഹിത, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് നിങ്ങൾ കർത്താവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി മാത്രം, മറ്റു മധ്യസ്ഥന്മാർ കൂടാതെ മറ്റൊരുത്തനിലേക്കും മഹത്വം കൊടുക്കാതെ യേശു ക്രിസ്തു മാത്രം ദൈവമെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനായി ജീവിക്കുക. ദൈവം നമ്മെ സഹായിക്കും.